ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്ത് പോവുകയാണ്. അപ്പോൾ നമ്മളൊരു അണ്ടിപ്പുട്ട് കഴിക്കുന്നുണ്ട്. അണ്ടിപ്പുട്ട് നല്ല അടിപൊളിയാട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ് അണ്ടിപ്പുട്ട് കഴിക്കാൻ. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ ഇവിടെ ആശീർവാദ് ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടുത്തെ ഓപ്പൺ ബട്ടർ മസാല ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ അത് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് ഞാൻ മൈസൂർ മാത്രം കണ്ടൊരു സംഭവം കേട്ടോ. ഇവിടെ പശുക്കളൊക്കെ റോട്ടിൻ്റെ നടുവ് കൂടെയാണ് നടന്നു പോവുക, കണ്ടില്ലേ? അങ്ങനെ നമ്മൾ ആശീർവാദ് ഗ്രാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. നല്ല ഗീ റോസ്റ്റും അതുപോലെ തന്നെ സെറ്റ് ദോശയും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓപ്പൺ ബട്ടർ മസാല ദോശ. നല്ല ടേസ്റ്റുള്ള ദോശയാണ് കേട്ടോ. നല്ല ഓപ്പൺ ദോശയിൽ നല്ല പൊട്ടാറ്റോ മസാല ഒക്കെ വെച്ചിട്ട്, ഇത് മുളക് പൊടിയല്ല കേട്ടോ, ഇവിടുത്തെ മൈസൂർ സ്പെഷ്യലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മസാലയാണ്. നല്ല ടേസ്റ്റുള്ള ഒരു ഫുഡാണ് ഈ ഒരു ഓപ്പൺ ബട്ടർ മസാല ദോശ. ഇതൊക്കെ കാണുമ്പോൾ ഞാനൊരു വെജിറ്റേറിയൻ ആണെന്ന് വിചാരിക്കരുത്, ഞാൻ നോൺ വെജ് ആണ്. പക്ഷേ രാവിലെ എപ്പോഴും ഒരു വെജിറ്റേറിയൻ ഫുഡാണ് നമ്മളെ വയറിന് നല്ലത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ലൊരു സ്വീറ്റ് ലസ്സി ഒക്കെ കുടിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ റോഡ് സൈഡിൽ അടിപൊളി ഫ്രഷ് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ നമ്മൾ 2 ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് റൂമിലോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ റോഡ് സൈഡിൽ തന്നെ നമ്മൾ വീണ്ടും ഞാവൽപ്പഴം കണ്ട്. നല്ല അടിപൊളി, നല്ല സ്വീറ്റ്, നല്ല ചെറിയ കഴിപ്പൊക്കെ ആയിട്ടുള്ള അടിപൊളി ഞാവൽപ്പഴം. അപ്പോൾ നമ്മളൊരു 50 റുപ്യക്ക് ഞാവൽപ്പഴം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ റൂം വരുന്നത്, പാർക്ക് വ്യൂ റെസിഡൻസി. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ റൂമിലെത്തിയ പാടെ നമ്മൾ ഞാവൽപ്പഴം കഴിച്ചു. നല്ല അടിപൊളി ഞാവൽപ്പഴം കേട്ടോ. ചെറിയ മധുരവും ചെറിയ ബിറ്റർ ടേസ്റ്റും ഉള്ള നല്ല ഞാവൽപ്പഴം. കുറച്ച് ഉപ്പും കൂടി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഉപ്പിൽ കുത്തി തിന്നായിരുന്നു. ഞാവൽപ്പഴം ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ സ്വീറ്റ് സ്മിത്തിലേക്ക് വന്നതാണ് ഒരു സുലൈമാനി കുടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് നല്ല ബക്ലാവാസ് കിട്ടും കേട്ടോ. ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത് പിസ്തൻ്റെ ബക്ലാവയാണ്. അതുപോലെ തന്നെ നല്ല സുലൈമാനി കിട്ടും ഇവിടെ. സുലൈമാനിയിൽ ഒരു അല്പം പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഇളക്കി കുടിക്കുകയാണ്. ഇതാ നല്ല അടിപൊളി സുലൈമാനി കേട്ടോ. സുലൈമാനിയോട് കുടിച്ചത് നാവ് പൊള്ളിട്ടോ ചെറുതായിട്ട്. ഇത് കാഷ്യൂനട്ടിന്റെ ബക്ലാവയാണ്. നല്ല ടേസ്റ്റുള്ള അടിപൊളി ബക്ലാവ കേട്ടോ. അങ്ങനെ നമ്മൾ ഡോൾഫിൻ ബേക്കറിയിലേക്ക് വന്നാണ്. നമ്മളിവിടുത്തെ എല്ലാ ചാറ്റ്സും പറഞ്ഞിട്ടുണ്ട്. പാനിപ്പൂരി, ബേൽപൂരി, ദഹിപ്പൂരി, മസാലപ്പൂരി എല്ലാം പറഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി മസാലപ്പൂരിയിൽ നാരങ്ങൊക്കെ അങ്ങോട്ട് പിഴിഞ്ഞിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. നമ്മൾ അതിൻ്റെ കൂടെ പാനിപ്പൂരിയും കഴിക്കുന്നുണ്ട്. നല്ല അടിപൊളി പാനിപ്പൂരി. ചെറിയ സ്പൂണായതുകൊണ്ട് നമ്മൾ പാനി മെല്ലെ മെല്ലെ ഒഴിച്ചിട്ടാണ് നമ്മൾ പാനിപ്പൂരി കഴിക്കുന്നത്. അതുപോലെ തന്നെ മസാലപ്പൂരിയിൽ കുറച്ച് ഉള്ളിയൊക്കെ അങ്ങനെ ആഡ് ചെയ്തിട്ട് കഴിക്കാൻ വേറെ ലെവലാണ്. ചാറ്റ്സ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഡോൾഫിൻസിന്റെ ഈ ചാറ്റ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഫോറം മാളിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഊബറിൽ പോവാന്ന് വിചാരിച്ചിട്ട് ഊബർ ബുക്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ മൈസൂർ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഊബർ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഡയറക്റ്റ് ഓട്ടോ വിളിക്കുമ്പോൾ അവർ തോന്നിയ റേറ്റ് പറയും. അപ്പോൾ ഊബറിലാകുമ്പോൾ കറക്റ്റ് റേറ്റ് കാണിക്കും. ഇപ്പോൾ ഇതിൽ ഓട്ടോക്ക് 37 രൂപയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഓട്ടോ നിയർ ബൈ ഉണ്ട്, 290 മീറ്റർ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മളെ ഓട്ടോ എത്തിയിട്ടുണ്ട്. ഇതാണ് മൈസൂർ LIC സർക്കിൾ. ഈ ഒരു സർക്കിളിന് LIC സർക്കിൾ എന്ന് പേര് വരാൻ കാരണം ഇതിന്റെ മുന്നേ തന്നെ ഒരു LICന്റെ ബിൽഡിംഗ് ഉണ്ട്, അതുകൊണ്ടാവും. അങ്ങനെ നമ്മൾ നെക്സസ് മാളിൽ എത്തിയിട്ടുണ്ട്. മൈസൂർ വേറെയും കുറേ മാളുകളുണ്ട്. സെൻട്രോ മാള്, മാൾ ഓഫ് മൈസൂർ, BM ഹാബിറ്റാറ്റ് മാള്, കുറേ മാളുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാള് നെക്സസ് മാളാണ്. അങ്ങനെ നമ്മൾ ഇതാ നേരെ ഫോറം മാളിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫോറം എന്ന് പേര് മാറ്റിയിട്ട് നെക്സസ് മാൾ എന്നാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ നെക്സസ് മാളിൻ്റെ പുറത്തൊരു ഔട്ട്ഡോർ സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് നല്ല കാറ്റാട്ടോ വൈകുന്നേരമൊക്കെ. ഇവിടെ നമുക്കൊരു കോഫി ഷോപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഫി ഷോപ്പിൽ നിന്ന് നമ്മളൊരു കോഫി പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു പച്ച ലേസും ഒരു കോഫിയും കുടിക്കുകയാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. നല്ല കാറ്റൊക്കെ കൊണ്ട് വൈബിൽ നമ്മളിതാ ഒരു ചൂട് കോഫിയും നല്ല ലേസും തിന്നാണ്. അങ്ങനെ കോഫി കുടിച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നോക്കിയപ്പോൾ നല്ല കാറ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ല തണുപ്പുള്ള കാറ്റ്. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ കുറച്ച് നേരം നല്ല കാറ്റും ഉണ്ട്. അങ്ങനെ നമ്മളിതാ രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഡിന്നർ കഴിക്കുന്നത് മൈസൂരുള്ള പൂജാരീസ് ഫിഷ് ലാൻഡ് എന്നാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് മൈസൂർ ബാംഗ്ലൂർ ഹൈവേൻ്റെ എൻട്രൻസിലുള്ള സർവീസ് റോഡിലാണ്. നല്ല അടിപൊളി ലൈറ്റിങ്ങും ആംബിയൻസും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് പൂജാരീസ് ഫിഷ് ലാൻഡ്. നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലോട്ട് കിടക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയക്കുള്ള വഴി വരുന്നത്. നല്ല ആംബിയൻസിലും നല്ല ലൈറ്റിങ്ങിലുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല പച്ചപ്പഴമൊക്കെ കിട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഡൈനിങ് ഏരിയ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ മെനു നോക്കുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷേ എല്ലാ ഐറ്റംസിനും നല്ല റേറ്റ് ഉണ്ട്. നമ്മളപ്പോൾ പൂജാരീസ് ഫിഷ് ലാൻഡിലാണ് വന്നിട്ടുള്ളത്. മൈസൂർ നല്ല ഫിഷ് കഴിക്കാൻ പറ്റിയ സ്പോട്ടാണ്. നമ്മളിവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നീർദോശ അതുപോലെ തന്നെ മീൻകറിയും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ പോംഫ്രറ്റിൻ്റെ റവ ഫ്രൈയും അതുപോലെ തന്നെ തവ ഫ്രൈയും ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. ഫസ്റ്റ് ഇതാ നമ്മളെ ഗ്രീൻ സലാഡ് വന്നിട്ടുണ്ട്. നല്ല വലിയ ഗ്രീൻ സലാഡ് കേട്ടോ, നല്ല അടിപൊളി വലിയ കുക്കുംബറും നല്ല ക്രിസ്പി ആയിട്ടുള്ള കുക്കുംബർ കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ വെള്ളാവോലി തവ ഫ്രൈ വരുന്നത്. അതുപോലെ തന്നെ ഇത് ഫിഷിൻ്റെ റവ ഫ്രൈ ആണ്, അതായത് റവയിൽ വറുത്തെടുത്തിട്ടുള്ള മീനാണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മളെ നീർദോശ വരുന്നത്. ഇവിടുത്തെ ഒരു കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള നീർദോശയും ഈ ഒരു മത്തിക്കറിയുമാണ്. നല്ല അടിപൊളി മത്തിക്കറി, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്, നല്ല മത്തിക്കറിയാണ്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ് നീർദോശയും ഈ ഒരു മത്തിക്കറിൻ്റെയും കോംബോ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതിലുള്ള മത്തിയും നല്ല ടേസ്റ്റാണ്. മൈസൂർ വരുമ്പോൾ നല്ല ഫ്രഷ് ഫിഷ് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് പൂജാരീസ് ഫിഷ് ലാൻഡ്. നല്ല നീർദോശയും മത്തിക്കറിയും നമുക്ക് ഇവിടുന്ന് കഴിക്കാം. അങ്ങനെ നീർദോശയും മത്തിക്കറിയും കഴിച്ചതിന് ശേഷം നല്ലൊരു സ്പ്രൈറ്റ് കുടിച്ചു. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് പഴയ കാറുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ വിൻറ്റേജ് മോഡൽ കാറുകളൊക്കെ അങ്ങനെ വരിവരിക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും പഴയ ബൈക്കുകൾ, പഴയ വിൻറ്റേജ് ബൈക്കുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ SD ലാംബി 150 പഴയ മോഡൽ SD ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബൈക്കുകളുണ്ട് കേട്ടോ ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ ഒരു വലിയ കാളുണ്ട്. നമ്മളെല്ലാ പ്രാവശ്യം വരുമ്പോഴും ഇതേ കാള ഇവിടെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ പശുവും താറാവും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ മൈസൂർ വരുമ്പോൾ ഫിഷ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും പൂജാരീസ് ഫിഷ് ലാൻഡിൽ വിസിറ്റ് ചെയ്യുക. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഫിഷുകൾ അവൈലബിൾ ആണ്. പിന്നെ നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു കാളൻ്റെ മോഡൽ പോലെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ശരിക്കും ഒരു കാളൻ്റെ മോഡൽ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബെല്ലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫുള്ള് പശുക്കളുണ്ട്. കേട്ടോ, ഫുള്ള് പശുക്കളാണ് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ താറാവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇവിടെയൊക്കെ ചെറിയ പശുക്കുട്ടികളുണ്ട്. ഇവിടെ പാർക്കിംഗ് തന്നെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. പാർക്കിങ് ഒരുപാട് വണ്ടികൾ, ഇവിടെ നല്ല തിരക്കാണ്, ഒരുപാട് വണ്ടികൾ വരും ഇവിടെ. അതുകൊണ്ട് ഈ ഒരു ഹോട്ടലിൽ നിൽക്കണക്കാട്ടി ഏരിയ പാർക്കിങ്ങിന് തന്നെ ഉണ്ട്, ഒരുപാട് ഏരിയ ഉണ്ട് പാർക്കിങ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ. നമ്മൾ ട്രാവൽ വ്ളോഗ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഇപ്പോൾ ഫുഡ് വ്ളോഗായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ രാവിലെ മുതലുള്ള കാര്യങ്ങൾ നമുക്ക് പാർട്ട് 3 കാണാം. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്.